ലിസി പ്രിയദർശൻ അഥവാ ലക്ഷ്മി പ്രിയദർശൻ. ഒട്ടേറെ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ തെലുങ്ക്, തമിഴ് ഭാഷകളിലെ ചില ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 1982 ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന മലയാളം ചിത്രത്തിലൂടെ അവർ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ഓർഡർ ദമ്മാവ ആളറിയാൻ, മുത്താനം കൊന്നു പിയോ, ബോയിങ് ബോയിങ്, താളവട്ടം, വിക്രം, ചിത്രം എന്നിവ അവരുടെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഉൾപ്പെടുന്നു. സെന്റ് തെരേസ സ്കൂളിലും കോളേജിലുമാണ് ലിസി പഠനം നടത്തിയത്. പഠനത്തിൽ നല്ല മിടുക്കിയായിരുന്ന അവർ SSLCയിൽ ഉയർന്ന മാർക്ക് നേടി. 16 വയസ്സിൽ പ്രീ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായി അഭിനയത്തിലേക്ക് എത്തുന്നത്. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് പഠനം നിർത്തേണ്ടി വന്നു. പഠനം നിർത്താനും സിനിമയിൽ അഭിനയിക്കാനും ആദ്യം താല്പര്യമില്ലായിരുന്നു. 80കളുടെ തുടക്കത്തിലാണ് സിനിമയിലേക്കുള്ള ലിസിയുടെ അരങ്ങേറ്റം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ അക്കാലത്തെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. 80കളിൽ അവർ ഒരു സാധാരണ മുഖമായിരുന്നു. 80കളിലെ മിക്കവാറും എല്ലാ മുൻനിര നായകന്മാരും ലിസി ജോഡിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനും മുകേഷിനുമൊപ്പം ലിസിക്ക് സ്ക്രീനിൽ മാന്ത്രികത സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. കരിയറിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സഹോദരി വേഷങ്ങളായാലും അയൽവാസിയായ പെൺകുട്ടിയായും നായികയുടെ സുഹൃത്തായും അഭിനയിച്ചു. അതിശയകരവും ആകർഷകവുമായ രൂപത്തിന് പേരുകേട്ട അവർക്ക് കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞിരുന്നു. മലയാള സിനിമകൾക്കൊപ്പം നിരവധി തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രം, താളവട്ടം, ഓർഡർ ദമ്മാവ ആളറിയാൻ, മുത്താനം കൊന്നു പിയോ, ബോയിങ് ബോയിങ് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെയാണ് ലിസി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മാനമാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ പ്രസ്താവിച്ചതുപോലെ കമൽഹാസൻ തൻ്റെ ഹോം പ്രൊഡക്ഷൻ വിക്രം എന്ന ചിത്രത്തിലൂടെയാണ് കമൽഹാസനെ നായികയായി എത്തിയത്. തമിഴിലേക്ക് നായികയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സൈഡ് ലൈൻ റോളുകളിൽ അഭിനയിക്കാനും അവർ തയ്യാറായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനുമായി പ്രണയത്തിലായ അവർ 1990 ഡിസംബർ 13 അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ലിസി അഭിനയം ഉപേക്ഷിച്ച് മതപരമായ കാരണങ്ങളാൽ ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചു. അവരുടെ മകന്റെ ജനനത്തിന് ശേഷം ലിസി കത്തോലിക്ക മതത്തിൽ നിന്നും ഹിന്ദുമതം സ്വീകരിച്ചു. ലിസി ഡിസംബർ 1 ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. 26 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2016 സെപ്റ്റംബർ 1 വിവാഹമോചനം നേടി. വളർന്നുവരുന്ന അഭിനേത്രിയായ കല്യാണി പ്രിയദർശൻ ലിസിയുടെ മകളാണ്. ലോക അധ്യായം 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ റിലീസിലൂടെ മലയാള ചലച്ചിത്ര വ്യവസായം ഒരു നൂതനമായ കൂടിച്ചേരലിനെ സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമാ മേഖലയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോയെ പരിചയപ്പെടുത്തുന്ന ഒരു ചിത്രം ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് പ്രിയദർശന്റെയും മുൻ നടി ലിസി ലക്ഷ്മിയുടെയും മകളായ കല്യാണി പ്രിയദർശൻ ശക്തമായ കഥ പറച്ചിലിനും ദൃശ്യ നിർവഹണത്തിനും പേരുകേട്ട സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ പെട്ടെന്ന് ഒരു കേന്ദ്രബിന്ദുവായി മാറി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിനിമാ കുടുംബങ്ങളിൽ ഒന്നിൽ ജനിച്ച കല്യാണി പ്രിയദർശൻ തുടക്കത്തിൽ സിനിമാ സെറ്റിൽ നിന്ന് വളരെ അകലെ സ്വന്തം പാത കെട്ടിപ്പടുത്തു. വിദേശത്ത് പഠിക്കുമ്പോൾ അവർ നാടകരംഗത്ത് ഏർപ്പെട്ടു. അത് അവരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അഭിനയത്തിലേക്കുള്ള പരിവർത്തനത്തിനും വഴിയൊരുക്കുകയും ചെയ്തു. പക്ഷേ കല്യാണിയുടെ വൈവിധ്യത്തെയും അഭിലാഷത്തെയും ഇത് സൂചിപ്പിക്കുന്നു.